നമ്മൾ ചൂടായ ഇതേപോലത്തെ ഒരു ദോശക്കല്ലോ അതല്ലെങ്കിൽ ചട്ടിയോ ഇരുമ്പ് ചട്ടിയോ അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കതിനകത്തോട്ട് കുറച്ച് ഷാമ്പൂ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് മാത്രം മതി. പറഞ്ഞ കണക്ക് എത്രമാത്രം നമുക്ക് വൃത്തിയാക്കാനുണ്ടോ അതനുസരിച്ചുള്ള ഷാമ്പൂ ഉപ്പും എടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടെ നല്ലോണം ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം തന്നെ ഉപ്പൊക്കെ അലിഞ്ഞ് ഷാമ്പൂ ആയിട്ട് ചേരുമ്പം തന്നെ ആ വീട് ഫുള്ളായിട്ട് നല്ലൊരു മണമാണ് വരുന്നത്. ആ മണം കുറേ നേരത്തേക്ക് പോകത്തതുമില്ല, നല്ലൊരു മണമാണ്. ഷാമ്പൂവും ഉപ്പും കൂടെ ചേർന്നിട്ട് വെള്ളത്തിനുള്ള സ്മെല്ല് ആ വീട് മൊത്തം നിറഞ്ഞ് നിൽക്കും. ഇപ്പോൾ ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ കുറേ നേരത്തേക്ക് ആ സ്മെല്ല് പോകത്തില്ല. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗളിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട്, ബൗളോ പാത്രമോ ഏതെങ്കിലും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഞാൻ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത് വീഡിയോയിൽ മിസ്സായിപ്പോയി. അപ്പോൾ ആ പാത്രം ഞാൻ ഉപയോഗിക്കാത്ത പാത്രമായിരുന്നു അത് ചെയ്തത്. നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം വേണം അങ്ങനെ ചെയ്യാൻ. അപ്പോൾ അതൊന്ന് തേച്ചപ്പോൾ തന്നെ നല്ല രീതിയിൽ കണ്ടോ വെളുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കാത്ത മാറ്റിയിട്ട പാത്രമാണിത്. അപ്പോൾ അങ്ങനെയുള്ള പാനിനകത്ത് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അതാണ് നമുക്ക് തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന പാത്രമാണെങ്കിൽ എടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ ജനൽ, അടുക്കള ഭാഗത്തുള്ള ജനലാണ് കൂടുതൽ എണ്ണമയമൊക്കെ പിടിച്ചിട്ട് പിന്നെ കറുത്ത് പുകയും കരിമ്പുള്ളിയായിട്ട് ആ ജനൽ കമ്പികളൊക്കെ ഇതേപോലെ ഇരിക്കും. അപ്പോൾ ആ ഭാഗത്ത് ഇതേപോലെ ഈ വെള്ളം തൊട്ടൊന്ന് തുടച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് ക്ലീനായിട്ട് കിട്ടും. പെയിൻ്റ് അടിച്ച കണക്ക് തന്നെ നമുക്ക് ജനൽ കണ്ടോ ഈ രീതിയിൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ആദ്യം ഒന്ന് തുടയ്ക്കുമ്പോഴത്തേനും കുറച്ച് പോകാൻ പാടായിരിക്കും. പിന്നെ രണ്ടാമത് നമ്മളൊന്നുകൂടെ ആ വെള്ളം തൊട്ട് തന്നെ ഇതേപോലെ മുക്കി ഒന്ന് തുടയ്ക്കുക. അപ്പോൾ ആ എണ്ണമയവും ആ ഗ്ലാസ്സിലാണേലും എല്ലാം ഇതേപോലെ നമുക്ക് നല്ല രീതിയിലായി കിട്ടും. കരിമ്പുള്ളിയും പുകയൊക്കെ അടിച്ചിട്ട് ജനൽ ഭാഗത്ത് എണ്ണമയൊക്കെ ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഭാഗമൊക്കെ വൃത്തിയാക്കാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്ന കാര്യം മറക്കരുത്, അത് അതിനകത്ത് മിസ്സായിപ്പോയതാണ്. 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർക്കുക. അതേപോലെ തന്നെ വാഷ് ബേസിനും ആ വെള്ളം വെച്ച് തന്നെ തേച്ച് കഴുകുകയാണ്. അപ്പം നമുക്ക് എണ്ണ കൈയൊക്കെ കഴുകുന്നതല്ലേ, അപ്പോൾ എണ്ണമയമൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വെളുത്ത് കിട്ടും. അതേപോലെ സിങ്കാണേലും എവിടെ ആണേലും ഈ വെള്ളം വെച്ച് കഴുകുന്നതുകൊണ്ട് നല്ലൊരു മണവും ആയിരിക്കും. ആ വീട് ഫുള്ള് നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെയൊക്കെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ടാപ്പാണേലും എല്ലാം നല്ല ആ എണ്ണമയമൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എന്നാൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം അധികമായിട്ട് ഇരിക്കുകയും ചെയ്യും. വെള്ളമേ നമുക്ക് എവിടെ വേണേലും തുടയ്ക്കാം, സ്ലാപ്പാണേലും എല്ലാം തുടച്ചെടുക്കാം.